എ+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളംതോട് മലപ്പുറം. മാലമോഷണ കേസിൽ പുലിവാല് പിടിച്ച് നിലമ്പൂർ പോലീസ്. നിലമ്പൂരിലെ ഒരു ക്ലിനിക്കിൽ പരിശോധനയ്ക്കെത്തിയ കുട്ടിയുടെ കഴുത്തിലെ സ്വർണ്ണമാല മോഷ്ടിച്ച് വിഴുങ്ങിയെന്ന കേസിൽ അറസ്റ്റിലായ പ്രതിയിൽ നിന്ന് മാല കണ്ടെത്താനുള്ള ശ്രമം നീളുന്നു. 65 മണിക്കൂർ പിന്നിട്ടിട്ടും സ്വർണ്ണമാല പുറത്തുവരാത്ത സാഹചര്യത്തിൽ പോലീസ് യുവതിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. നിലമ്പൂർ മുക്കട്ടയിൽ താമസിക്കുന്ന പാലേമാട് കല്ലൻകുന്നൻ സെമീന എന്ന 35-കാരിയെയാണ് പോലീസ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. നിലമ്പൂർ ജില്ലാ ആശുപത്രി റോഡിൽ ശിശുരോഗ വിദഗ്ധന്റെ ക്ലിനിക്കിൽ വെച്ചാണ് സംഭവം നടന്നത്. മമ്പാട് സ്വദേശികളായ കുടുംബം കുട്ടിയെ കാണിക്കാൻ ഊഴം കാത്തിരിക്കുകയായിരുന്നു. വരാന്തയിൽ ഓടിക്കളിച്ച കുഞ്ഞിനെ സെമീന ലാളിക്കുന്നത് കണ്ടിരുന്നു. പിന്നാലെ 3.5 ഗ്രാം തൂക്കമുള്ള മാല കാണാതാവുകയായിരുന്നു. പിടിക്കപ്പെടുമെന്ന ഘട്ടത്തിൽ സെമീന മാല വിഴുങ്ങിയെന്നാണ് കേസ്. നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിച്ച യുവതിയെ ആശുപത്രിയിലെത്തിച്ച് നടത്തിയ പരിശോധനയിലാണ് വയറ്റിൽ ആഭരണം കണ്ടെത്തുന്നത്. നമ്മൾ ഏകദേശം കുട്ടിയെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു 4:30 ജലാലുദ്ദീൻ ഡോക്ടർ അവിടെ എത്തിയിരുന്നു. ഈ സ്ത്രീ ഒരു 6 മണി 6:30 ശേഷമാണ് നമ്മുടെ അടുത്ത് വരുന്നതും അവിടെയുള്ള എല്ലാ കുട്ടികളുടെ അടുത്തും കൊഞ്ചിക്കാനായിട്ടും എനിക്ക് പെൺകുട്ടികളില്ല എന്ന് പറഞ്ഞാലാണ് എല്ലാവരുടെ അടുത്തും വരുന്നത്. അങ്ങനെ നമ്മുടെ മോളടുത്ത് എത്തി നമ്മൾ മാക്സിമം അവിടുന്ന് അവോയ്ഡ് ചെയ്ത് കൊണ്ടുപോയി. വീണ്ടും നമുക്ക് ശല്യമായിട്ട് വന്നിരുന്നു. അങ്ങനെ ഇവർ പെട്ടെന്ന് നമ്മുടെ മോളെ എടുത്തുനിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന മോളെ എടുത്താണ്ട് ഇവരാണ് ഓടിയതാണ്. ഓടിങ്ങനെ നമ്മൾ പെട്ടെന്ന് പിന്നാലെ ഓടി ചെന്നപ്പോത്തിന് ഇവർ മാല എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവരാണ് ഇറങ്ങിപ്പോയി. നമ്മൾ പിടിച്ചുവെച്ച് ചെക്ക് ചെയ്തിട്ടൊന്നും കാണാനില്ലായിരുന്നു. അങ്ങനെ പോലീസുകാർ വന്ന് എക്സ്റേ എടുത്തിട്ടാണ് ഇവർ വീങ്ങിയത് അറിഞ്ഞത്. അങ്ങനെ നമ്മൾ ഇവരെ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്ത് ഇത് എക്സ്റേ എടുത്ത് കണ്ടിട്ട് ഇവർ പറയണത് നമ്മുടെ കുട്ടിയുടെ മാലയല്ല, അവർക്ക് ടെൻഷൻ വരുമ്പോഴൊക്കെ അവരെ കുട്ടിയുടെ മാലയും മുത്തൊക്കെ ഇങ്ങനെ വീങ്ങാറുണ്ടെന്നാണ് ഇവർ പറയണത്. അങ്ങനെ നമ്മൾ അന്ന് തന്നെ 2 എക്സ്റേ എടുത്തിട്ടുണ്ട്. 2 എക്സ്റേയിലും പല ഭാഗത്തായിട്ട് അത് കാണുന്നത്. പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് വയറേകാനുള്ള മരുന്നൊക്കെ കൊടുത്ത് പിറ്റേന്നാണ് എനിമ കൊടുത്തുകൊണ്ട് വയറേകിയത്. അപ്പോൾ ഇത് ലോഷനൊക്കെ എല്ലാം പോയി നമ്മൾ അതിലൊക്കെ ചെക്ക് ചെയ്ത് അതിലൊന്നും ഇല്ലായിരുന്നു. പിന്നെ വീണ്ടും എക്സ്റേ എടുത്തപ്പോൾ അതിൽ താഴായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇവർ ഭക്ഷണം കഴിക്കൂല, മരുന്ന് കയറ്റാൻ സമ്മതിക്കൂല, ഭയങ്കര വയലന്റ് ആയിട്ടായിരുന്നു നമ്മളോട് പെരുമാറിയിരുന്നത്. അങ്ങനെ ഏതായാലും പിന്നെ നമ്മൾ FIR ഫയൽ ചെയ്താരെ ഇവർ സത്യം നമ്മോട് തുറന്നു പറഞ്ഞു അവരെടുത്തിട്ടുണ്ട്, വീങ്ങിയിട്ടുണ്ട് എന്ന്. അവര് അതെങ്ങനെങ്കിലും എടുത്ത് തരുമെന്ന് വാക്ക് വന്നിട്ടുണ്ട്. ഇതിന്റെ ഇടയിൽ നമ്മളെടുത്ത് ഒത്തുതീർപ്പാക്കാൻ ഇവരുടെ മോൻ വന്നിരുന്നു. അവർ പൈസ തരാം, അഗ്രിമെന്റ് എഴുതി ഒപ്പിടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ സമ്മതിച്ചിട്ടില്ല. കാരണം അവര് പൈസ ഇല്ലാത്തൊരു ടീമാണ്, നമുക്കത് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റൂല. ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈ വേവ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ മലപ്പുറം.